വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ചിക്കൻ ഡൈനമൈറ്റ് ആണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഡൈനമൈറ്റ് ഷ്രിംസ് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ചിക്കനിലൊന്ന് നമുക്ക് പരീക്ഷിച്ചിട്ട് നോക്കാം. അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 1/4 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും അതുപോലെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 1 മുട്ടയും പൊട്ടിച്ചിട്ട് ഒഴിക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ മാരിനേഷൻ ചിക്കനുള്ള. ഇത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. ഒരു അരമണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവറും കൂടി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കണം. ഇത് നമ്മുടെ ചിക്കന് ഡിപ്പ് ചെയ്യാനുള്ളൊരു ഫ്ലവർ മിക്സാണ്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അരമണിക്കൂറിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഈ ഒരു ഫ്ലവർ മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിനെ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഒത്തിരി ഹൈയിൽ വെക്കരുത് ഫ്ലെയിം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ ഇത് കോരി മാറ്റണം. കളർ ചേഞ്ച് ആയാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. പെട്ടെന്ന് കുക്കാവും, ബോൺലെസ് ആണല്ലോ. ഇനി നമുക്ക് സോസ് തയ്യാറാക്കാം. ഒരു 1/4 കപ്പ് മയണൈസ് എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ 1 ടീസ്പൂൺ ഹണി കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതാണ് നമ്മുടെ ഡൈനമൈറ്റ് സോസ്. ഇതിലാണ് നമ്മൾ ചിക്കൻ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പൊരിച്ച് വെച്ച ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇനി നമ്മുടെ സോസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇത് റെഡിയായി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. കിഡ്സിൻ്റെ ഒക്കെ ഒരു ഫേവറേറ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഞാനിതിനൊരു ലെറ്റസ് വെച്ച ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകണം. അപ്പോൾ ഇതിലാണ് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പ്രത്യേകം പറയണ്ട, ചിക്കൻ ഫ്രൈഡ് ചിക്കനാണ്, മയണൈസാണ്, സോസാണ്, പിന്നെ കുറച്ച് സ്പ്രിംഗ് അനിയൻസ് വെച്ചിട്ട് ഡെക്കറേറ്റും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡൈനമൈറ്റ് ചിക്കൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ചുമ്മാ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. സ്റ്റാർട്ടറൊക്കെ ആയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.